പോലീസിൻ്റെ പ്രതികരണത്തിലേക്ക്. കുറച്ച് ഫ്രണ്ട് ഈ ക്രൈം ആക്ച്വലി ശരിക്കും ഇന്ന് വൈകുന്നേരം ഏകദേശം 5-5:30 മണിക്ക് ആ ടൈമിൽ ഉള്ള റേഞ്ചിൽ നടത്തിയിരുന്നു. പ്രതി നമ്മുടെ കസ്റ്റഡിയിലേ ഉണ്ട്. ഇവിടെ നിന്ന് പുറത്ത് ഇറങ്ങുമ്പോൾ നമ്മുടെ ഈ സ്റ്റേഷനിലുള്ള വടക്കേക്കര പോലീസ് സ്റ്റേഷനിലുള്ള SI ആദ്യം ഈ പ്രതിനെ കണ്ടിരുന്നു. പിന്നെ ഇതുവരെ നമുക്ക് മനസ്സിലായി ഇത് കുറച്ച് തൊട്ട അയൽവാസികളിൽ തമ്മിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഈ പ്രതി ബാംഗ്ലൂരിൽ ജോലി ചെയ്യാൻ വേണ്ടി പോയിരുന്നു. ജസ്റ്റ് 2 ദിവസം മുമ്പ് ഇവിടെ നാട്ടിൽ വന്നിരുന്നു. സോ ഇന്ന് ഉച്ചയ്ക്ക് ഈ പ്രതി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുറച്ച് തിരക്കുണ്ടായി. അതിൻ്റെ വൈരാഗ്യൻ്റെ അടിസ്ഥാനത്തിൽ ഈ വീട്ടിൽ പോയിട്ട് 2 GI പൈപ്സ് ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്നെ അടിച്ചിരുന്നു. അത് നമുക്ക് കുറച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടോ, പക്ഷെ ആദ്യം നമുക്ക് കൺഫേം ചെയ്യേണ്ടി വരും. അത് കൺഫേം ചെയ്തതിനു ശേഷം മാത്രം പറയാൻ പറ്റും. പ്രതി നേരത്തെ തൊട്ട് ചെറുപ്പം തൊട്ടേ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ ഇവർക്ക് ശല്യം തുടർന്ന് അയൽവാസികൾ പലപ്പോഴും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. എന്തോ പെട്രോൾ ഒഴിച്ച് ഭീഷണിപ്പെടുത്തും, കത്തിക്കുമെന്നൊക്കെയുള്ള ഭീഷണി ഉണ്ടായിട്ടുണ്ട്. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നെന്നും അയൽവാസികൾ പറയുന്നു. അത് റിട്ടൺ പരാതി അങ്ങനെ ഒന്നുമില്ല. അത് നമുക്ക് ആദ്യം എല്ലാം കൺഫേം ചെയ്യേണ്ടി വരും. 1 വർഷം മുമ്പ് ഈ വീട്ടിൽ ഗേറ്റിൽ കുറച്ച് ഡാമേജ് ആയിരുന്നു. ആ സമയത്ത് ഈ വീട്ടുടമ അവിടെ CCTV ക്യാമറാസ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. പിന്നെ ഈ പ്രതി ബാംഗ്ലൂരിലായിരുന്നു ജോലി ചെയ്യാൻ വേണ്ടി. 2 ദിവസം മുമ്പ് തന്നെ ഇവിടെ വന്നിരുന്നു. ഈ പ്രതി നമുക്ക് ഇതുവരെ മനസ്സിലായി കുറച്ച് ട്രീറ്റ്മെന്റ് റൂമിൽ ഉണ്ടായിരുന്നു, മെന്റൽ. അത് നമുക്ക് ആദ്യം കൺഫേം ചെയ്യേണ്ടി വരും. അത് കൺഫേം ചെയ്യേണ്ടി വരും. ബാക്കി എല്ലാ രക്തപരിശോധനയ്ക്ക് വേണ്ടി ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പ്രതിനെ അയക്കും. പക്ഷെ ഇതുവരെ അത് കാടുമ്പോൾ അങ്ങനെ സാധ്യത കാണുന്നില്ല. പക്ഷെ നമുക്ക് ആദ്യം കൺഫേം ചെയ്യേണ്ടി വരും രക്തപരിശോധന കഴിഞ്ഞിട്ട് ശേഷം. ഇതുവരെ നമുക്ക് പറയാൻ പറ്റിട്ടില്ല. ഓക്കെ, അത് രക്തപരിശോധന ചെയ്തിട്ട് ശേഷം മാത്രം പറയാൻ പറ്റും. 27. മാരീഡ്. സ്ഥിരം പ്രശ്നക്കാർ അങ്ങനെ ഈ പ്രതിനെ എത്ര 2-3 കേസസ് ഉണ്ട്. ഒരു തൃശ്ശൂർ സിറ്റിയിലെ ഒരു കേസ് ഉണ്ട്, ഒരു എറണാകുളം സിറ്റിയിലെ ഒരു കേസ് ഉണ്ട്. ഇവിടെ ഒരു കേസ് ഉണ്ടായിരുന്നു നേരിട്ട്. സോ ഒരു സിമ്പിൾ ഹേർട്ട് കേസ് ഉണ്ടായിരുന്നു നമ്മുടെ ലിമിറ്റിൽ. പിന്നെ ഒരു NDPS കേസ് ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ. ഒരു ബൈക്ക് മോശം കേസ് ഉണ്ടായിരുന്നു എറണാകുളം സിറ്റിയിൽ. അത് നമുക്ക് ആദ്യം പക്ഷേ എല്ലാം കൺഫേം ചെയ്യേണ്ടി വരും. തൃശ്ശൂരിൽ 2 കേസും എറണാകുളത്ത് കേസ്. തൃശ്ശൂരിൽ ഒരു കേസ്, എറണാകുളമിൽ ഒരു കേസ്, ഇവിടെ ഒരു കേസ്. അത് നമുക്ക് ആദ്യം എല്ലാ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യേണ്ടി വരും. പക്ഷേ ഇയാൾ റിമാൻഡിലായിരുന്നു 2 തവണ. റൗഡി ലിസ്റ്റുള്ള ആളായിരുന്നു. ജസ്റ്റ് 2 ദിവസം മുമ്പ് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ വന്നിരുന്നു. ഈ മർഡർ നടക്കുന്ന 4 പേര് തന്നെയാണ് വീട്ടിലുണ്ടായിരുന്നത്. വേറെ 4 കുട്ടികൾ ഇത് നമുക്ക് കൺഫേം ചെയ്യണം. 4 പേരുണ്ടായിരുന്നു. സീരിയസ് ആണോ? എല്ലാ നടപടി ഉടൻ തന്നെ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് പ്രാഥമികമായിട്ട് എല്ലാ തെളിവുകൾ ഉടൻ തന്നെ കളക്ട് ചെയ്യണം. ഈ മാക്സിമം ഈ തെളിവുകൾ കളക്ട് ചെയ്തിട്ട് ഉടൻ തന്നെ നമുക്ക് ഈ കേസ് ഒരു നാച്ചുറൽ പ്രോഗ്രഷനിൽ കൊണ്ടുവരണം. ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് ആൾ. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ സ്റ്റേഷനിലുള്ള SI ആളിനെ തടഞ്ഞു നിർത്തിയിരുന്നു. തീർച്ചയായിട്ടും വളരെ ബ്രൂട്ടലാണോ ഇത്. എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാ ആംഗിൾസ് പ്രോപ്പർലി വിശദമായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ശേഷം മാത്രം ഇപ്പോൾ കൂടുതൽ അഭിപ്രായം പറയാൻ പറ്റൂ. ഇപ്പോൾ ഇത് നാട്ടുകാരല്ല. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ശേഷം ഇവിടെ നിന്ന് ബൈക്കിൽ ഇറങ്ങിയിരുന്നു. നമുക്ക് എല്ലാ കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ശേഷം മാത്രം കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റൂ. നമ്മുടെ SI ഈ പ്രതിനെ കണ്ടിട്ട് തടഞ്ഞു നിർത്തിയിരുന്നു. കാരണം ഇയാൾക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല. കുറച്ച് സംശയം തോന്നി SIനെ, നമ്മുടെ വടക്കേക്കര പോലീസ് സ്റ്റേഷനിലുള്ള SIനെ. ഈ എല്ലാ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഈ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ശേഷം മാത്രം പറയാൻ പറ്റും. മീൻസ് നെയ്ബേഴ്സുമായി ബന്ധപ്പെട്ട തിരക്കുണ്ടായിരുന്നു. അതിന്റെ വൈരാഗ്യന്റെ ഭാഗമായിട്ട് കുറച്ച് ഇയാളിനെ കുറച്ച് ഫാമിലി മെമ്പേഴ്സിനെ എത്ര അങ്ങനെ ഒരു അലിഗേഷൻസ് ഉണ്ടോ ഇയാളിന്റെ വെർഷൻ പ്രകാരം.
3 കേസസ് ഉണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞു അത് നോക്കാം. താങ്ക് യു.